ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് നല്ലൊരു ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ അച്ചാറ് കുറച്ചധികം കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. അതിന് വേണ്ട ചില പൊടിക്കൈകൾ കൂടി ഞാനിതിൽ ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. ചിക്കൻ അച്ചാർ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി 2.5 കിലോ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഇത് നന്നായി മാരിനേറ്റ് ചെയ്തെടുത്ത ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കണം. ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരമണിക്കൂർ ഇതുപോലെ കവർ ചെയ്ത് മാറ്റിവെക്കുന്നത്. ഇനി അരമണിക്കൂർ ആയി കഴിയുമ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ പീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചിക്കൻ പീസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട, അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതൊന്ന് മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ പീസസ് എല്ലാ ഭാഗവും ഒരുപോലെ കുക്കാവുന്ന രീതിയിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ പീസസിന്റെ എല്ലാ ഭാഗവും ഒരുപോലെ കുക്കാവുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. ഇതിപ്പോൾ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഞാൻ മുഴുവൻ ചിക്കൻ പീസസും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. പാൻ ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉലുവ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. കടുകും ഇതുപോലെ തന്നെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഇതൊന്ന് ചൂടാറി കിട്ടുന്ന സമയത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വലിയ പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലെണ്ണ ചൂടായി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പിലയും 5 പച്ചമുളകും 2 തുടം വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുവിധം നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് കളറ് നന്നായി ബ്രൗൺ കളറിലേക്ക് ആകുന്ന ആ ഒരു രീതിയിൽ തന്നെ മൊരിയിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാകുന്ന സമയത്ത് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അച്ചാറിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പ് ചിക്കനിലെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ പൊടിച്ചു മാറ്റി വെച്ച ഉലുവ കടുക് മിശ്രിതം ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി ചൂടാക്കി എടുക്കണം. നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്ത ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫാണ് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള
വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഇനി കുറച്ച് ചാറോട് കൂടിയുള്ള അച്ചാറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നല്ലെണ്ണയുടെ അളവും കുറച്ച് കൂട്ടി കൊടുക്കാം. അതുപോലെ വിനാഗിരിയുടെ അളവും കുറച്ചുകൂടി കൂട്ടി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ചാറോട് കൂടിയുള്ള അച്ചാർ റെഡിയായി കിട്ടും. ഇനി ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റിയ ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. നന്നായി ചൂടാറി കിട്ടിയ ശേഷം വേണം ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റാൻ. ഇനി ഗ്ലാസ് കണ്ടെയ്നർ ഒട്ടും നനവ് തട്ടാത്തതായിരിക്കണം. നല്ല ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് വേണം ഇത് പകർത്തി വയ്ക്കാൻ. എന്നാലാണ് ഒരുപാട് കാലം കേടുകൂടാതെ ഇത് സൂക്ഷിക്കാൻ പറ്റുന്നത്. ഇനി ഇത് പകർത്തുന്ന സമയത്ത് കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ആദ്യം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാക്കിയ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അച്ചാറ് പകർത്താം. എന്നിട്ട് അച്ചാറിന് മുകളിൽ ചൂടാക്കിയ നല്ലെണ്ണ കുറച്ചുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ അച്ചാറ് ഒരുപാട് കാലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് വളരെ നല്ലത്. കൂട്ടുകാർക്ക് ചിക്കൻ അച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.